വൃക്ഷങ്ങൾ എങ്ങനെയാ വെച്ചാൽ ഐശ്വര്യം കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ്. സ്വസിദ്ധമായിട്ട് പഴയ പറമ്പിലൊക്കെ ധാരാളം മരങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തെക്ക് ഭാഗത്ത് പുളി വയ്ക്കാം. യമനാണ്, വൃക്ഷങ്ങളിൽ യമനാണ് പുളി, കരുത്തുള്ള വൃക്ഷമാണ്. വടക്ക് ഭാഗത്ത് നല്ല മാവ് വയ്ക്കാം, കിഴക്ക് ഭാഗത്ത് പ്ലാവ് വയ്ക്കാം. പിന്നെ തെങ്ങ്, കമുക് ഇതൊക്കെ മംഗളവൃക്ഷങ്ങളാണ്. അതെല്ലാം ഇവിടെ ആവാം. അങ്ങനെ ചെയ്യാം. പിന്നെ ജലസ്ഥാനത്ത് എന്ന് വെച്ചാൽ ഒരു മകരം, കുംഭം അങ്ങനെ ഒരു രാശി കണക്കാക്കിയിട്ടൊക്കെ നമ്മൾ പിന്നെ അക്വേറിയം പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും താമരക്കുളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിനായിട്ട് വീടിന്റെ പുറത്തല്ലേ? അതെ, പുറത്ത്. അകത്താണെങ്കിൽ നമുക്ക് അക്വേറിയം വയ്ക്കാം, പുറത്താണെങ്കിൽ അങ്ങനെ ചെറിയ കുളം പോലെ ഉണ്ടാക്കി ചെയ്യാം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.